ഇന്നൊരു വിസ്മയമുള്ള പുഷ്പത്തെ പരിചയപ്പെടാം. എല്ലാവർക്കും ഇന്നറിയാം ഈ ശംഖുപുഷ്പത്തിനെ. ഇതിന് അപരാജിത എന്നും പേരുണ്ട്. അപരാജിത എന്നാൽ പരാജയപ്പെടില്ല എന്നാണ്. ഔഷധങ്ങളിൽ ഈ ശംഖുപുഷ്പം ഉപയോഗിച്ചപ്പോൾ രോഗസൗഖ്യം വന്നതിനാലാകാം ഈ പുഷ്പത്തിന് അപരാജിത എന്ന പേര് വന്നത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ക്ലിറ്റോറിയ ടെർമേറ്റ എന്നാണ്. സാധാരണ ശംഖുപുഷ്പത്തിൻ്റെ നിറങ്ങൾ കടും നീലയും വെള്ളയുമാണെങ്കിലും മറ്റ് നിറങ്ങളിലും ഈ പുഷ്പമുണ്ട്. ചുമപ്പും മഞ്ഞയും റോസും നിറത്തിലുള്ള ശംഖുപുഷ്പങ്ങൾ. ശംഖുപുഷ്പം ഉണക്കി വെച്ചാൽ കുറേ കാലം കേടുകൂടാതെ ഉപയോഗിക്കാൻ സാധിക്കും. ശംഖുപുഷ്പം എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന പടർന്നു കയറുന്ന ഒരു ചെടിയാണ്. നല്ല വെള്ളം ലഭിക്കുന്ന മണ്ണിൽ വേണം ഇത് നട്ടു വളർത്താൻ. ജൈവവളങ്ങൾ ഉപയോഗിച്ചാൽ എന്നും ശംഖുപുഷ്പം പൂത്തുലഞ്ഞു നിൽക്കും. ശംഖുപുഷ്പം തിളപ്പിച്ച വെള്ളത്തിലിട്ട് ആ വെള്ളമാണ് കുടിക്കേണ്ടത്. ഇതേ വെള്ളത്തിൽ തേനൊഴിച്ചു കുടിക്കുന്നതും ആരോഗ്യത്തിന് നല്ലതാണ്. ഇങ്ങനെ ശംഖുപുഷ്പം ഇട്ട വെള്ളം കുടിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ചെറിയ പൂവിന് ഇത്രത്തോളം ഗുണങ്ങളുണ്ടെന്നറിയുമ്പോൾ നിങ്ങൾക്കും ഈ ചെടി വീട്ടിൽ നട്ടുവളർത്താൻ തോന്നുന്നില്ലേ? ഒട്ടും താമസിക്കേണ്ട. അടുത്തുള്ള നഴ്സറികളിൽ നിന്നോ അല്ലെങ്കിൽ ഇതുള്ള വീട്ടിലോ അന്വേഷിച്ചാൽ ഒരു തൈയോ അതിൻ്റെ വിത്തോ വാങ്ങിച്ചോളൂ. ഇനി ധൈര്യമായി എന്നും ശംഖുപുഷ്പമിട്ട വെള്ളം കുടിക്കൂ. നിങ്ങൾ ഒരിക്കലും പരാജിതയാകില്ല, അതുറപ്പാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ബീനാസ് ഫൺ വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ ഫ്രം ബീനാസ് ഫൺ വേൾഡ്.